അള്ളാന്റെ റസൂലിന്റെ കാലത്ത് റസൂലുള്ളാനെ വെല്ലുവിളിച്ചവൻ, അള്ളാന്റെ ഔലിയാക്കന്മാരെ കാലത്ത് ഔലിയാക്കളെ വെല്ലുവിളിച്ചവൻ ഏത് വാക്കുകൊണ്ടാണോ വെല്ലുവിളിച്ചത് അതേ വാക്കുകൊണ്ട് അള്ളാന്റെ ഔലിയാക്കളെ വെല്ലുവിളിക്കണേ. അങ്ങനെ ഒരു വലിയുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ശൈഖ് ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു കുത്തുബുണ്ടെങ്കിൽ സൂര്യനെ തിരിച്ചു വിളിക്കുകയും. മോൻ പറഞ്ഞത് തന്നെ വാപ്പയും പറയണ്. മോൻ പറഞ്ഞ ഔലിയാക്കളെ കാലം കഴിഞ്ഞ്. വാപ്പ അറിയണതോ അങ്ങനെ വലിയോ കുത്തുബോ ശൈഖോ ഉണ്ടെങ്കിൽ സൂര്യനെ തിരിച്ചു വിളിക്കുകയും. സുബ്ഹാനല്ലാഹ്. ആ ഉസ്താദ് അവர்கள் കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് പറഞ്ഞു ആരെപ്പറ്റി? ഈ ചില വ്യാജ കള്ളന്മാരെയും കാട്ടുകള്ളന്മാരെ പറ്റി, കള്ളന്മാരെയും കാട്ടുകള്ളന്മാരെയും പറ്റി പറഞ്ഞു. എന്താ പറഞ്ഞു? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മഹാനവരുടെ കറാമത്തായും അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്തായും സൂര്യനെ തിരിച്ചു വിളിച്ച ഒരു സംഭവം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഉസ്താദ് അവർകൾ ഇന്ന് കുറെ ശൈഖും കുതുബും വലിയും എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ചില ആളുകളുണ്ടല്ലോ, കള്ളന്മാർ. അവരൊക്കെ തീരെയെങ്കിൽ സാധിക്കുമെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് കാണിച്ചു കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞു അല്ലേ? നിങ്ങളൊക്കെ കേട്ടവരാണ് ഉസ്താദിന്റെ പ്രസംഗം. ഇത് പറഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലൊരു പറച്ചലുണ്ട് അല്ലേ? കുമ്പളങ്ങ കട്ടവൻ കുഞ്ചി പറഞ്ഞു പറഞ്ഞിട്ട് അല്ലേ? കുമ്പളങ്ങ കട്ടവൻ കുഞ്ഞു പറഞ്ഞെന്ന് പറഞ്ഞ് ചൊല്ലില്ലേ? ഇത് ചില വ്യാജന്മാർക്ക്, കള്ളന്മാർക്കും കാട്ടുകള്ളന്മാർക്കും പിടിച്ചില്ല. ഉസ്താദ് ഔലിയാക്കളെ വെല്ലുവിളിച്ചു. ഔലിയാക്കളല്ല വെല്ലുവിളിച്ചത്, കള്ളന്മാരെയും കാട്ടുകള്ളന്മാരെയാ വിളിച്ചത്. അതിന് നീ നിലവിളിച്ചിട്ട് എന്താ കാര്യം? നീ നിലവിളിക്കല്ലേ വേണ്ടത്. നീ ചെയ്യേണ്ട എന്താ? നിന്റെ ശൈഖിനെ കൊണ്ട് സൂര്യനെ അങ്ങ് തിരിച്ചു വിളിപ്പിക്കും. അതാ നിന്റെ സാമർത്ഥ്യം. അല്ലാതെ ഉസ്താദ് വെല്ലുവിളിച്ചു എന്നൊക്കെ നിലവിളിക്കല്ലേ വേണ്ടത്. ഉസ്താദ് വെല്ലുവിളിച്ചത് കള്ളന്മാരെയും കാട്ടുകള്ളന്മാരെയാ. അത് പറയുമ്പോ നിനക്കെന്തേ വേദനയാകുന്നത്? നിനക്കെന്തേ അത് സഹിക്കാൻ കഴിയാത്തത്? കുമ്പളങ്ങ കട്ടവൻ കള്ള കുഞ്ചു പെറടി എന്ന് പറഞ്ഞതുപോലെയല്ലേ നിന്റെ ഏർപ്പാട്? അപ്പോ ഉസ്താദ് കള്ളന്മാരെ പറ്റി പറഞ്ഞതാ, കാട്ടുകള്ളന്മാരെ പറ്റിയാണ് പറഞ്ഞത്.